മുൻ പ്രതിപക്ഷ ശ്രീ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അത്തരത്തിൽ ഒരു ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നൊക്കെ മന്ത്രി എം പി രാജേഷ് ഉറപ്പൊക്കെ നൽകിയതായിരുന്നു. എന്തായാലും ഹൈക്കോടതി ആ ഉറപ്പൊന്നും കാണുന്നില്ല. ഹൈക്കോടതി പറയുന്നത് പ്രാഥമിക പഠനം പോലും നടത്തിയിട്ടില്ല എന്നാണ്. പ്രാഥമിക പഠനം പോലും നടത്താതെ ഒയാസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇത്തരമൊരു വലിയ മദ്യ കമ്പനി, അത് എന്താ ബ്ലെൻഡിംഗ് യൂണിറ്റ്, ബ്രൂവറി, ഡിസ്റ്റിലറി, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണം, ഇതെല്ലാം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞവർക്കേറ്റ തിരിച്ചടിയാണിത്. പിന്നെ ഇത് ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, കൃഷിക്ക് വെള്ളമില്ല, പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം കിട്ടുന്നത്? ഇതിന് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും ഇത്രയും ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ? മഴകടൽ പ്രദേശമാണിത്. ഇതാണ് കൊക്കക്കോള കൂട്ടിച്ച സ്ഥലമാണ് പ്ലാച്ചിമട. അതിന് തൊട്ടടുത്താണ് ഈ സ്ഥലം. അന്ന് പ്ലാച്ചിമടയ്ക്ക് കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയവരാണ് ഇപ്പൊ ഇവിടെ ഒരു പഠനം നടത്താതെ അനുമതി കൊടുത്തിരിക്കുന്നത്. അതാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. പിന്നെ ഹൈക്കോടതിയുടെ രണ്ടാമത്തെ അഭിപ്രായം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വിശദമായ പഠനം നടത്തിയിട്ട് അംഗീകാരം കൊടുക്കാൻ. അത് ഈ ഗവൺമെന്റിനെ തന്നെ ഏൽപ്പിക്കുന്നത്. ഒരു പഠനവും നടത്താതെ അനുമതി കൊടുത്ത ആളുകളെ തന്നെ വീണ്ടും വിശദമായ പഠനത്തിന് ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അല്ല ശ്രീ രമേശ് ചെന്നിത്തല, ഇവിടെ ഈ ഭൂഗർഭജലം ഉപയോഗിക്കില്ല. അത് ഈ പറയുന്ന എന്താണ് അഹല്യയിൽ മഴക്കുഴികൾ ഉണ്ടാക്കും. മഴക്കുഴികൾ ഉണ്ടാക്കിയ സ്ഥലം മന്ത്രി തന്നെ. ഇപ്പോൾ ഒരു മദ്യക്കമ്പനിയുടെ സ്ഥലം മന്ത്രി പോയി കാണേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ മന്ത്രി എം പി രാജേഷ് തന്നെ ഞാൻ ഒയാസിന്റെ വക്താവല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാധ്യമ സമ്മേളനമൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ മഴക്കുഴിയിലെ വെള്ളം ശേഖരിക്കും എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കോടതി അത് ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെന്ന് തോന്നുന്നു രമേശ് ചെന്നിത്തല. മഴക്കുഴിയൊക്കെ ഉണ്ടാക്കുന്നതിന് എത്ര കോടി രൂപ ചെലവാക്കി, എത്ര വർഷം കൊണ്ടാണ് ഈ പറഞ്ഞ സ്ഥലത്ത് വെള്ളമെടുത്തത്? അത് ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഈ ഒയാസിസ് എന്ന് പറയുന്ന വിദേശ കുത്തകയെ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനിയെ സഹായിക്കാൻ വേണ്ടി നടത്തിയ പണിയാണ്. ഇത് അഴിമതിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത്. താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. വിഷ്ണു സുരേഷ് തുടർന്ന്. വിഷ്ണു, ഈ വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനം വഴി എലപ്പുള്ളിയിലെ ഒയാസിസ് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതാണ് സർക്കാർ. അവിടെ പഞ്ചായത്തിന്റെ എതിർപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി പഞ്ചായത്ത് അവിടെ പ്രമേയം പാസ്സാക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഇത് കേവലം ആ പദ്ധതിക്കുള്ള തിരിച്ചടി മാത്രമല്ല, സർക്കാരിനുള്ള ശക്തമായ തിരിച്ചടിയുമാണ്. വിഷ്ണു, ഹാഷ്മി, സർക്കാരിനേറ്റ കനത്ത പ്രഹരമെന്ന് തന്നെ പറയാം. കാരണം മന്ത്രിയടക്കം നേരിട്ട് അവിടെ എത്തി അവർ നടത്തിയിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. ഇത് വലിയ ചർച്ചയായതാണ്, രാഷ്ട്രീയ ചർച്ചയായി മാറിയതാണ്. ഒപ്പം KCBC പോലുള്ള മദ്യവിരുദ്ധ സംഘടനകളൊക്കെ അവിടുത്തെ പ്രതിഷേധം, ഈ ബ്രൂവറി തുടങ്ങുന്നതിനുള്ള പ്രതിഷേധമൊക്കെ പരസ്യമായി രേഖപ്പെടുത്തിയപ്പോഴും സംസ്ഥാന സർക്കാർ ഈ ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ അവർ ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ അതിലൊരു പഠനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തുന്നത്. ആ പഠനം നടത്താതെ എങ്ങനെയാണ് അനുമതി കൊടുത്തത് എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. രമേശ് ചെന്നിത്തല അടക്കം ഉള്ളവർ ചോദിച്ചത് അങ്ങനെയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ അനുമതി നൽകിയത്, ഇനിയിപ്പോൾ ആ അനുമതി എങ്ങനെ നേടി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കോടതി തന്നെ പറയുന്നത് അത്രയേറെ പാരിസ്ഥിതിക കുടിവെള്ള പ്രശ്നമുള്ള ഒരു പ്രദേശത്ത് ബ്രൂവറി തുടങ്ങുമ്പോൾ പഠനം പോലും നടത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് തുടങ്ങാനാകുക എന്ന് തുടങ്ങിയ ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രാഥമിക ഈ അനുമതി റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡിവിഷൻ ബെഞ്ച് പോയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. എലപ്പുള്ളി പഞ്ചായത്ത് ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അവിടെ പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ സമരങ്ങളൊക്കെ അനിശ്ചിതകാലമായി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൂവറിക്ക് എതിരെ. ഒപ്പം അവർ ഈ കഴിഞ്ഞ ദിവസം ഒയാസിസ് തന്നെ അവിടെ കയറാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പ്രാഥമികമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നില്ല, പോലീസ് സംരക്ഷണം വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് ഒയാസിസും എത്തിയിരുന്നു. അതിലെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഒയാസിസിന് നൽകിയിട്ടുള്ള പ്രാഥമിക അനുമതി അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തിരിക്കുന്നത്. വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, എടുപിടിയിൽ നിന്ന് ഇത്തരത്തിലൊരു അനുമതി നൽകിയതിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് എത്തിയത്. ഈ സർക്കാർ മദ്യവർജനം പറയുമ്പോൾ നാട്ടിൽ തന്നെ മദ്യം ഇഷ്ടംപോലെ ഉണ്ടാക്കി ഇവിടെയും കയറ്റുമതി ചെയ്യുക എന്ന് പറഞ്ഞ് ചേർന്ന് പോവോ എന്ന വിശാലമായ പ്രത്യയശാസ്ത്ര ചോദ്യം അവിടെ ഉണ്ട്, ആദ്യം മുതൽ തന്നെ ഉണ്ടല്ലോ. പക്ഷേ അന്ന് മന്ത്രി പറഞ്ഞത് മദ്യം എന്ന് പറയുന്ന ഒരു വിശാലമായ വ്യവസായമാണ്, അത് തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ്, നിക്ഷേപം കൊണ്ടുവരാനും വരുമാനം ഉണ്ടാക്കാനൊക്കെ വലിയ സഹായം ഉണ്ടാവും എന്നൊക്കെയായിരുന്നു മന്ത്രി അന്ന് ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉണ്ടായപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ വാദങ്ങളൊന്നും കോടതിയിൽ സർക്കാർ ഉന്നയിച്ചില്ലേ വിഷ്ണു?
അശ്മി, ആ വാദങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായി സർക്കാർ ഉന്നയിച്ചിരുന്നു. എവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആ കോടതിയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ലീഗാലിറ്റി എല്ലാം പറഞ്ഞിരുന്നു. കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചാണ് അനുമതി നൽകിയത്. പഠനം നടത്തി, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, അതിനുവേണ്ടിയുള്ള പാരലൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സർക്കാർ അവിടെ ഉന്നയിച്ചിരുന്നു, കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതിക്ക് മുൻപിൽ ഈ പൊതു താൽപര്യ ഹർജിയായി എത്തിയ ആളുകൾ അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഈ ബ്രൂവറിയെ എതിർത്തത്. ആ ഘട്ടത്തിലാണ് ഇതിലൊരു കൃത്യമായ പഠനം നടന്നിട്ടില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് കോടതി എത്തുകയും അത് റദ്ദ് ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ പ്രാഥമിക ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. പഠനം അവിടെ നടന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം പാലക്കാട് പോലുള്ളൊരു പ്രദേശത്ത് കുടിവെള്ളക്ഷാമം എത്രത്തോളം രൂക്ഷമാണെന്ന്. എലപ്പള്ളി പഞ്ചായത്ത് അടക്കം അവിടുത്തെ ജനകീയ സമരസമിതി അടക്കം ഈ വിഷയം ഉന്നയിച്ചാണ് അവിടെ പ്രധാനമായും സമരമടക്കം നടത്തിയത്. അപ്പോൾ സർക്കാർ പറഞ്ഞത് ഈ മറ്റ് പാരലലായിട്ടുള്ള സംവിധാനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ഉണ്ടാകും, അവിടെ ഒരു തരത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ അത് ശാസ്ത്രീയമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സാങ്കേതികമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിനായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.